ഈ പുതുവർഷത്തിലെ എൻ്റെ അടുക്കളത്തോട്ടത്തിലെ ചില വിളവെടുപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതൊരു 2-3 വർഷം മുൻപൊക്കെ കിട്ടിയ ഒരു റോബസ്റ്റിൻ്റെ ടിഷ്യൂ കൾച്ചർ റോബസ്റ്റ്, അതിൻ്റെ ഒരു മൂന്നാമത്തെ ഒക്കെ ഒരു തലമുറയായിട്ടാണ് ഈ ഒരു വാഴ വരിക. ഇത് ചെറിയൊരു വാഴക്കൊലയാണ് ഉണ്ടായത്. ചെറുതായാൽ പോലും നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു റോബസ്റ്റിൻ്റെ വാഴക്കൊല വിളവെടുക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റേ നല്ല വലിപ്പമുള്ളത് കൊണ്ട് ഇത്ര സുഖമായിട്ട് വിളവെടുക്കാൻ പറ്റാറില്ല. പിന്നെ അടുത്തതായിട്ട് വിളവെടുക്കാൻ പോകുന്നത് ചാക്കിൽ ഒരു ചേന, അത് വെറുതെ ഇരുന്ന് ഇതുപോലെ തന്നെ മുളച്ചപ്പോൾ ആ ചാക്കിൽ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മണ്ണും ഇടയ്ക്കുള്ള വേസ്റ്റും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ആ ഒരു ചാക്കിലെ ചേനയാണ് വിളവെടുത്ത് നോക്കുന്നത്. ഇതിന് മുൻപൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം കിട്ടിയത് വളരെ ചെറുതായിരുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ ഉണ്ടായതല്ലേ എന്നുള്ളൊരു സന്തോഷം. വിളവെടുക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ എൻ്റെ ഡോണക്കുട്ടി. അവളിങ്ങനെ ഇവിടെ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, വളരെ കൗതുകത്തോട് കൂടിയിട്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മൂപ്പരും അത് നോക്കി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും. എന്തൊക്കെയാണ് ചെയ്യണേ, എന്തൊക്കെയാണ് ഞങ്ങൾ പറയണേന്ന് നോക്കിയിട്ട് ഒപ്പം വന്ന് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വിളവെടുത്ത കായക്കൊല അധികം വൈകാതെ തന്നെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. നല്ല മൂപ്പായിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അത് പഴുക്കുകയും ചെയ്യും. ഇത് കൂടാതെ ഇന്ന് രാവിലെ കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ ഒരു വൈജയന്തി പയർ, പിന്നെ കോവക്കായ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീട്ടിലുണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും ഇന്ന് രാവിലെ വിളവെടുത്തിരുന്നു. അപ്പോൾ അതുകൂടിയാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജനുവരി 2-ാം തീയതിയാണ് ഈ വിളവെടുപ്പ് നടത്തിയത്. വലിയ കുഴപ്പമില്ലാത്ത വിളവ് കിട്ടി. നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ കിട്ടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കേ.